നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നടക്കാത്ത എന്തെങ്കിലും വലിയ ആഗ്രഹമുണ്ടോ? എത്ര ശ്രമിച്ചിട്ടും പണം കയ്യിൽ നിൽക്കുന്നില്ലേ? എങ്കിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 1176 എന്ന മാന്ത്രിക സംഖ്യയെക്കുറിച്ചാണ്. ഈ വീഡിയോ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലെത്തിയത് തന്നെ വളരെ വലിയ ഭാഗ്യമാണ്. മുന്നത്തെ വീഡിയോയിൽ ഞാൻ 1212 എന്ന സംഖ്യയുടെ കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ മറ്റൊരു ഏഞ്ചൽ നമ്പറാണ് 1176. ഈ നമ്പർ കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചാൽ നിങ്ങളുടെ തലവര തന്നെ മാറിയേക്കാം. എന്താണ് ഈ 1176? ഇത് പ്രപഞ്ച ശക്തിയുമായും നമ്മുടെ ഇഷ്ടദേവതകളുമായും നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നമ്പറാണ്. വലിയ പൂജകളോ മന്ത്രങ്ങളോ ഇല്ലാതെ തന്നെ ലളിതമായ ഒരു രീതിയിലൂടെ നമ്മുടെ പ്രാർത്ഥനകൾ ഫലിക്കാൻ ഈ സംഖ്യ സഹായിക്കും. കടബാധ്യതകൾ തീരുവാനും പുതിയ ജോലി ലഭിക്കുവാനും വിവാഹം നടക്കുവാനും ഒക്കെ ഈ രീതി പരീക്ഷിക്കാവുന്നതാണ്. ഈ വിദ്യ ചെയ്യുന്നതിന് കൃത്യമായ ചില രീതികളുണ്ട്. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വരികളില്ലാത്ത ഒരു വെള്ള പേപ്പർ. പേന തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ കടം മാറാനോ ഒക്കെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ പച്ച നിറത്തിലുള്ള പേന തന്നെ ഉപയോഗിക്കണം. മറ്റെന്ത് ആഗ്രഹത്തിനായാലും, അതായത് ജോലിയോ വിവാഹമോ അല്ലെങ്കിൽ വീടോ ഒക്കെ ആണെങ്കിൽ ചുവപ്പ് നിറത്തിലുള്ള പേന ഉപയോഗിക്കണം. ഇനി ചെയ്യേണ്ട ക്രമം എന്നാൽ ആദ്യം നിങ്ങളുടെ ആഗ്രഹം വെള്ള പേപ്പറിൽ എഴുതുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിലവിൽ ഒരാഗ്രഹം സാധിച്ചു കഴിഞ്ഞു എന്ന രീതിയിൽ വേണം എഴുതാൻ. ഉദാഹരണത്തിന്, എനിക്ക് നല്ലൊരു ജോലി ലഭിച്ചു, അല്ലെങ്കിൽ എൻ്റെ കടബാധ്യതകളെല്ലാം തീർന്നു. ഇങ്ങനെ വേണം എഴുതാൻ. നിങ്ങൾക്കൊരൊറ്റ പ്രധാന ആഗ്രഹം മാത്രമേ ഉള്ളൂ എങ്കിൽ അത് പേപ്പറിൽ 3 തവണ ആവർത്തിച്ചെഴുതണം. അതല്ല, അടിയന്തരമായി നടക്കേണ്ട ഒന്നിലധികം ആഗ്രഹങ്ങളാണെങ്കിൽ, അതായത് ഉദാഹരണത്തിന് ജോലി, വീട്, വിവാഹം, ഇങ്ങനെയാണെങ്കിൽ ഓരോ ആഗ്രഹം ഓരോ തവണ വീതം എഴുതിയാൽ മതിയാകും. ആഗ്രഹം എഴുതി കഴിഞ്ഞാൽ അതിനു താഴെയായി താങ്ക് യു യൂണിവേഴ്സ് എന്ന് 3 തവണ എഴുതണം. നമ്മുടെ ആഗ്രഹം സാധിച്ചു തന്നതിന് പ്രപഞ്ചത്തോട് മുൻകൂട്ടി നന്ദി പറയുന്ന രീതിയാണ്. ഇനി ഇതിനെല്ലാം താഴെയായി 1176 എന്ന സംഖ്യ എഴുതുക. അതായത് 1176. ഈ സംഖ്യയാണ് പ്രപഞ്ച ശക്തിയെയും നിങ്ങളുടെ ഇഷ്ടദൈവങ്ങളെയും നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധിപ്പിക്കുന്നത്. ഏറ്റവും അവസാനമായി നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ പേരെഴുതുക. ഇത്രയും എഴുതി കഴിഞ്ഞാൽ ആ പേപ്പർ കൈകളിൽ പിടിച്ചുകൊണ്ട് മനസ്സേകാഗ്രമാക്കി കുറച്ചു നേരം പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആഗ്രഹം സഫലമായതായി മനസ്സിൽ സങ്കല്പിക്കുക. അതിനുശേഷം ഈ പേപ്പർ മടക്കി നിങ്ങളുടെ തലയണയുടെ അടിയിൽ സൂക്ഷിക്കാവുന്നതാണ്. ഈ പേപ്പർ തയ്യാറാക്കി കഴിഞ്ഞാൽ ഇത് മാത്രം പോരാ, അതിലെ ഊർജം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ 21 ദിവസത്തെ ദിനചര്യ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. തയ്യാറാക്കി വെച്ചിരിക്കുന്ന പേപ്പർ നിങ്ങളുടെ തലയണയുടെ അടിയിൽ വേണം സൂക്ഷിക്കാൻ. രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ ഈ പേപ്പർ എടുത്ത് അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ആഗ്രഹം, പ്രപഞ്ചത്തോടുള്ള നന്ദി, 1176 എന്ന നമ്പർ, ദൈവനാമം, ഇവയൊക്കെ ഒരു തവണയെങ്കിലും ശ്രദ്ധയോടെ വായിക്കുക. അതിനുശേഷം ആ പേപ്പർ വീണ്ടും തലയണയുടെ അടിയിൽ തന്നെ വെച്ച് ആ ആഗ്രഹം നടക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചുറങ്ങുവാൻ കിടക്കുക. രാവിലെ ഉണർന്നാലുടൻ മറ്റാരോടും സംസാരിക്കുന്നതിന് മുൻപ് തന്നെ തലയണയുടെ അടിയിൽ നിന്നും ഈ പേപ്പർ എടുക്കുക. രാത്രി ചെയ്തതുപോലെ തന്നെ ഒരു തവണ മനസ്സിരുത്തി വായിക്കുക. ഈ സമയത്ത് നമ്മുടെ മനസ്സ് വളരെ ശാന്തമായതുകൊണ്ട് ആഗ്രഹങ്ങൾ ഉപബോധ മനസ്സിലേക്ക് വേഗത്തിലെത്തും. ഈ രീതി തുടർച്ചയായി 21 ദിവസം ചെയ്യണം. ഒരു ദിവസം പോലും മുടങ്ങുവാൻ പാടില്ല. നിങ്ങൾ എത്ര തവണ വേണമെങ്കിലും ഇത് വായിക്കാം. പക്ഷേ ചുരുങ്ങിയത് രാവിലെയും രാത്രിയും ഓരോ തവണ വീതം വായിച്ചിരിക്കണം. 21 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കുന്നതാണ്. 21 ദിവസം പൂർത്തിയാകുമ്പോൾ ഈ പേപ്പർ എടുത്ത് സുരക്ഷിതമായ ഒരിടത്ത് വെച്ച് കത്തിക്കുക. പേപ്പർ പൂർണ്ണമായും കത്തിയമർന്ന ശേഷം ഈ കിട്ടുന്ന ചാരം നിങ്ങളുടെ കൈവെള്ളയിലെടുത്ത് പുറത്തെ തുറസായ സ്ഥലത്ത് നിന്ന് കാറ്റിലേക്ക് ഊതിപ്പറത്തി വിടുക. നിങ്ങളുടെ ആഗ്രഹം പ്രപഞ്ചത്തിലേക്ക് പൂർണ്ണമായും ലയിച്ചു ചേർന്നു എന്നതിൻ്റെ അടയാളമാണിത്. ഈ 21 ദിവസത്തിനിടയിൽ യാതൊരു വിധത്തിലുള്ള നിഷ്ഠകളും പാലിക്കേണ്ടതില്ല. സ്ത്രീകൾക്ക് മാസമുറ സമയത്തോ അല്ലെങ്കിൽ ആഹാര കാര്യത്തിൽ നിയന്ത്രണമില്ലാതെയോ ഇത് തുടരാവുന്നതാണ്. നിങ്ങളുടെ ഉറച്ച വിശ്വാസം മാത്രമാണ് ഇവിടെ പ്രധാനം. ഈ 1176 എന്ന സംഖ്യയുടെ ശക്തിയെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇത് കേവലം ഒരു അന്ധവിശ്വാസമല്ല, മറിച്ച് നമ്മുടെ പോസിറ്റീവ് എനർജിയെയും പ്രപഞ്ച ശക്തിയെയും ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്ന ഒരു രീതിയാണ്. ഇത് നടക്കുമോ എന്ന സംശയത്തോടെയല്ല, ഇത് നടന്നു കഴിഞ്ഞു എന്ന ഉറച്ച വിശ്വാസത്തോടെ വേണം ഈ 21 ദിവസം നിങ്ങൾ മുന്നോട്ട് പോകാൻ.
നിങ്ങൾ ഈ വിധി ചെയ്യുന്നുണ്ടെന്ന കാര്യം മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാതിരിക്കുന്നതാണ് ഉചിതം. നിങ്ങളുടെ ആഗ്രഹവും പ്രപഞ്ചവും തമ്മിലുള്ള ഒരു രഹസ്യമായി ഇത് സൂക്ഷിക്കുക. ഇതിന് പ്രത്യേകിച്ച് സമയമോ ദിവസമോ വ്രതമോ നോക്കേണ്ടതില്ല. ശുദ്ധിയുള്ള സമയത്തോ അല്ലാത്തപ്പോഴോ നിങ്ങൾക്കിത് ചെയ്യാം. മനസ്സിന്റെ ശുദ്ധിയാണ് പ്രധാനം. നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഈ അറിവ് മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. പ്രപഞ്ചത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.